തിരുവനന്തപുരം കഠിനംകുളം ആതിര കൊലക്കേസിൽ പ്രതിയായ ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെ തിരിച്ചറിഞ്ഞു. എറണാകുളം സ്വദേശി ജോൺസൺ ഔസേപ്പാണ് കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതി വാടകയ്ക്ക് താമസിച്ചിരുന്ന തിരുവനന്തപുരം പെരുമാതുറയിലുള്ള ലോഡ്ജ് മുറിയിൽ പോലീസ് പരിശോധന നടത്തി. എന്റെ പൊരക്കകത്ത് കയറി പെണ്ണും പിള്ളയുടെയും പുള്ളയുടെയും മുമ്പിൽ വെച്ച് എന്നെ അങ്ങ് തീർക്കണമല്ലടാ. കുടുംബത്ത് കയറൂലെന്നൊരു ധാരണ ഉണ്ടായിരുന്നു നമുക്കൊക്കെ ഇടയിൽ. ഈ കളി അവസാനിക്കുമ്പോ അതാദ്യം തെറ്റിച്ചത് മധു അല്ലാന്ന് മറക്കല്ലോ ഒരുത്തനും. കൊല്ലം നീണ്ടകര ദളവാപുരമാണ് ജോൺസൺ ഔസേപ്പിന്റെ സ്വന്തം സ്ഥലം. ചെല്ലാനത്ത് നിന്ന് വിവാഹം ചെയ്ത ശേഷമാണ് അവിടെ സ്ഥിരതാമസമാക്കിയത്. 3 കുട്ടികളുള്ള ഇയാൾ വിവാഹബന്ധം വേർപെടുത്തിയ ശേഷമാണ് ആതിരയുമായി അടുക്കുന്നത്. ഇവർ ഒരുമിച്ച് പല സ്ഥലങ്ങളിലും പോയിരുന്നതായി പോലീസ് കണ്ടെത്തി. സ്വകാര്യ നിമിഷങ്ങളിൽ ജോൺസൺ ആതിരയുടെ ചിത്രങ്ങൾ എടുത്തിരുന്നു. ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി പണവും വാങ്ങി. ആദ്യം 1 ലക്ഷത്തോളം രൂപ യുവതി ജോൺസണ് നൽകി. കൊലപാതകത്തിന് 3 ദിവസം മുമ്പ് 2500 രൂപ ജോൺസൺ യുവതിയുടെ പക്കലിൽ നിന്ന് വാങ്ങി. ഒടുവിൽ കൂടെ പോകണമെന്ന് ജോൺസൺ യുവതിയോട് പറഞ്ഞു. ഇത് യുവതി വിസമ്മതിച്ചു. ഇത് പകയ്ക്ക് കാരണമായെന്നാണ് പോലീസ് നിഗമനം. കൃത്യം നടക്കുന്ന ദിവസം രാവിലെ 9 മണിയോടെ വീട്ടിലെത്തിയ ജോൺസന് യുവതി ചായ കൊടുത്തു. പിന്നീടാണ് യുവതിയെ കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തിയത്. അന്നേ ദിവസം രാവിലെ പ്രതി പെരുമാതുറയിലെ വാടക വീട്ടിൽ നിന്നും കത്തിയുമായി പോകുന്നതിന്റെ തെളിവുകൾ പോലീസിന് കിട്ടി. കൊലപാതകത്തിന് ശേഷം ആതിരയുടെ സ്കൂട്ടറുമായി കടന്ന പ്രതി ട്രെയിൻ കയറി രക്ഷപ്പെട്ടെന്നാണ് പോലീസ് നിഗമനം. പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. ആദ്യം ആതിരയുടെ ഭർത്താവ് രാജീവിനെയും പോലീസിന് സംശയമുണ്ടായിരുന്നു. രണ്ടാമത് ചോദ്യം ചെയ്തതോടെ രാജീവിനെ അവിശ്വസിക്കേണ്ട എന്ന നിലപാടിൽ പോലീസ് എത്തുകയായിരുന്നു. 24 തിരുവനന്തപുരം.